ഹായ് ഫ്രണ്ട്സ്, ദിസ് ഇസ് മീ റനാൻജു അഷ്റഫ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മളുടെ ചാനലിൽ കുറച്ച് ദിവസമായിട്ട് കുറേ തരത്തിലുള്ള സ്റ്റഡി പ്ലാനും സ്റ്റഡി ടിപ്സും പിന്നെ എല്ലാ ക്ലാസ്സുകാർക്ക് വേണ്ടിയിട്ടുള്ള കുറേ ടൈപ്പ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ ഇതിന് മുമ്പായിട്ട് കുറേ തരത്തിലുള്ള വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം. പക്ഷെ ഇന്നത്തെ വീഡിയോ അതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളിത് ഏത് ക്ലാസ്സുകാരും നിങ്ങൾ തുറന്നിട്ടുണ്ടാണെങ്കിലും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അത് ഇതുവരെ പറയാത്ത കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ഏത് ക്ലാസ്സുകാരാണെങ്കിലും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് യൂസ്ഫുൾ ആകുന്നതായിരിക്കും. അപ്പൊ എന്തൊക്കെയാണ് ആ കാര്യങ്ങളെന്ന് നമുക്ക് നോക്കിയാലോ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇപ്പൊ നമ്മുടെ സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കുറെ പേരൊക്കെ പഠിത്തത്തിന്റെ കാര്യത്തില് തീരെ തൊടാത്തവരുണ്ടാകും, കുറെ പേരൊക്കെ തുടങ്ങി ഇൻട്രസ്റ്റോട് കൂടി തന്നെ പോകുന്നവരുണ്ടാകും. അപ്പൊ എന്തായാലും സ്റ്റാർട്ടിങ് ആയ സ്ഥിതിക്ക് എല്ലാവരും പഠിക്കണം എന്നുള്ള ആ ഒരു ഇൻട്രസ്റ്റ് തന്നെ ആയിരിക്കും ഉണ്ടാകുന്നത്. അധികം അങ്ങനെ ഇൻട്രസ്റ്റ് വിട്ടുപോയിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മളെയൊക്കെ ഈ ഒരു ഇൻട്രസ്റ്റിൽ നിന്നും പതുക്കെ ഇങ്ങനെ എടുത്ത് കളയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണാണ്, അല്ലെ? നമ്മൾ ഫോണിൽ അധികം ഇപ്പൊ ഞാനാണെങ്കിൽ അതുപോലെ തന്നെയാണ്. ഞാൻ യൂട്യൂബ് അല്ല, മെയിൻ ആയിട്ട് റീൽസ് ആണ്. ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ റീൽസ് ഇങ്ങനെ കണ്ടിരുന്നു കഴിഞ്ഞാല് ഞാൻ ഇങ്ങനെ കണ്ട് നമ്മളെ വീട്ടുകാര് ഉമ്മയൊക്കെ ചീത്ത പറയുന്നത് വരെ, എന്താ ഫോണൊന്ന് മാറ്റി വെക്ക് എന്ന് പറയുന്നത് വരെ ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെയായിരിക്കുമല്ലോ നിങ്ങൾ പലരും. അപ്പം യൂട്യൂബിലെ വീഡിയോസ് നിങ്ങളിപ്പോ ചിലപ്പം ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ യൂട്യൂബിലെ വീഡിയോസ് കാണുന്നവരായിരിക്കും. അതായത് പലരും എന്താണ് എന്റർടൈൻമെന്റ് വീഡിയോസ്, കോമഡി വീഡിയോസ് കാണുന്നവരായിരിക്കും. അപ്പൊ കോമഡി വീഡിയോസ് ഒന്നും കാണണ്ടെന്ന് ഞാൻ പറയുന്നില്ല, കാരണം അത്യാവശ്യം നമുക്കൊരു എന്റർടൈൻമെന്റ് കോമഡി വീഡിയോസ് കാണണം. പക്ഷെ നമ്മൾ പല സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സമയത്തിനെ കളഞ്ഞിട്ട് വെറുതെ കുറെ പേരുടെ യൂട്യൂബിൽ വ്ളോഗും കണ്ടിരുന്നിരുന്ന് നമ്മുടെ സമയം കളയുന്നവരുണ്ട്. അപ്പൊ അതിപ്പോ കുറെ പേർക്കൊക്കെ ഇൻസ്റ്റാഗ്രാം റീൽസ് ആണ്. ഇപ്പൊ എന്റെ കാര്യം തന്നെ പറഞ്ഞത്, റീൽസ് കുറെ പേരും ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സമയം കളയുന്നവരുണ്ട്. പക്ഷേ യൂട്യൂബിന് ഞാൻ കുറ്റം പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ യൂട്യൂബിൽ ഒരുപാട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പല വീഡിയോസ് ഉണ്ട്. നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും നമുക്ക് ഒരുപാട് തരത്തിൽ യൂസ്ഫുൾ ആകുന്ന പല എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പല തരത്തിലുള്ള വേറെ കുറെ നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള പല വീഡിയോസും യൂട്യൂബിൽ അവൈലബിൾ ആണ്. പക്ഷെ എന്നാലും നമ്മൾ അങ്ങനെയുള്ള നല്ല യൂസ്ഫുൾ ഇൻഫോർമേഷൻ വീഡിയോസ് ഒന്നും കാണാതെ നമ്മൾ കുറെ പേരുടെ വീഡിയോസും വ്ളോഗ്സ് ഒക്കെ കണ്ട് നമ്മൾ നമ്മുടെ സമയം കളയും. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഗൈസ്, ഇപ്പൊ നമുക്കത് മനസ്സിലാവില്ല. ഇപ്പൊ നമ്മളുടെ ഒരു എന്റെ ഉമ്മ ഇതന്നെ എന്റെ അടുത്ത് പറയുന്നു, നമ്മുടെ ഒരു പ്രായം കൊണ്ട് നമ്മളത് അങ്ങനെ നോക്കി പോകും. പക്ഷെ പിന്നീട് നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ചിലപ്പോൾ നമ്മൾ ഫ്യൂച്ചറിൽ എത്തി കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ റിഗ്രറ്റ് ചെയ്യുന്ന അങ്ങനെ സംഭവങ്ങളൊക്കെ വരാം. പക്ഷെ നമ്മൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ലക്ഷ്യം വേണം ലൈഫിൽ എപ്പോഴും. എനിക്ക് ഇന്നൊരു സംഭവം ആകണം എന്നൊരു ലക്ഷ്യം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. ഇപ്പൊ ഞാനിപ്പോ +2 എത്തിയിട്ടും എനിക്ക് ഇപ്പോഴും കുറെ കൺഫ്യൂഷൻ ഒക്കെയാണ്. എനിക്ക് എന്താണ് കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് എനിക്ക് ഇപ്പോഴും ആ ഒരു ഇത് കറക്റ്റ് ആയിട്ടില്ല, മനസ്സിലായിട്ടില്ല. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങൾ അതുപോലെ ഒരു കൺഫ്യൂഷനിലാണുള്ളതെങ്കിൽ എന്റെ ഉമ്മ പറയുന്നത് വെച്ചാൽ ഇതുപോലെയാണ് ചെയ്യേണ്ടത്. നമ്മൾ സെർച്ച് ചെയ്യണം, നമുക്ക് എന്താണ് ഇൻട്രസ്റ്റ് ഉള്ളത് അതിനെക്കുറിച്ച് നമ്മൾ സെർച്ച് ചെയ്ത് നമ്മൾ കുറെ കോഴ്സുകളും കാര്യങ്ങളൊക്കെ നമുക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അങ്ങനെ സെർച്ച് ചെയ്തിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ കണ്ടെത്തിയെടുക്കണം. നമുക്കിപ്പോ കുറെ പേർക്കൊക്കെ എന്നെ പോലെ ആണോ അറിയത്തില്ല, എന്നാലും എളുപ്പത്തിൽ നമുക്ക് ഒരുപാട് പഠിക്കാൻ മടിയുള്ളവരൊക്കെ ആണെങ്കിൽ കുറെ പഠിച്ചിങ്ങനെ എളുപ്പത്തിൽ നമുക്ക് പഠിച്ച് ജോലി കിട്ടുന്ന പോലത്തെ കോഴ്സുകളൊക്കെ എടുക്കാനായിരിക്കും ആഗ്രഹം. പക്ഷെ എളുപ്പമാണെങ്കിലും ടഫ് ആണെങ്കിലും നമുക്കൊരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. ഇപ്പൊ നമ്മൾ നമ്മുടെ വീട്ടിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഉമ്മമാരൊക്കെ ആണെങ്കിൽ ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് അവരുടെ ജോലികളൊക്കെ അത് കൃത്യമായിട്ട് എന്തൊക്കെ പറഞ്ഞാൽ നമ്മുടെ അമ്മമാർ എന്ത് ചെയ്യും, അവരുടെ ജോലികളൊക്കെ തീർക്കും. ഇനി ജോലിക്ക് പോകുന്നവരുണ്ടാകും, വീട്ടു ജോലിയിലാണ്ട് അതിന് പോകും. അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ വളരെ കൃത്യമായിട്ട് അത് ചെയ്തു പോകുന്നുണ്ട്. അപ്പൊ നമ്മളും അതുപോലെ എന്ത് ചെയ്യുക, നമ്മൾക്ക് ഫ്യൂച്ചറിൽ നമുക്കൊരു ജോലി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ലക്ഷ്യം വെച്ചിട്ട് നമ്മളിപ്പോ പഠിക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ അവർ ഡെയിലി അവരുടെ ജോലികളും വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത് അവരുടെ റുട്ടീൻ പോലെ ചെയ്തു പോകുന്നത് പോലെ തന്നെ നമ്മളുടെ പഠിപ്പും കാര്യങ്ങളൊക്കെ നമ്മളുടെ ഒരു റുട്ടീൻ പോലെ ഡെയിലി ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് നമ്മൾ ഒരു 3-4 മണിക്കൂർ അതിനു വേണ്ടി മാറ്റി വെച്ച് നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെ ഒരു പ്ലാൻ നമ്മുടെ ലൈഫിൽ തയ്യാറാക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സമയം മാറ്റി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് ഫസ്റ്റ് നമുക്ക് അത്ര നന്നായിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് അത് ശീലമായി വന്നോളും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ ഇങ്ങനെ ഒന്നും ചെയ്യാതെ പിന്നീട് +2 കഴിഞ്ഞ് കോളേജൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഇങ്ങനെ ഒരു ലക്ഷ്യം വന്നിട്ട് കാര്യമില്ല. കാരണം ഇപ്പൊ നമ്മൾ ഫ്രീ ആണ്.
നമ്മുടെ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തു തരുന്നത് നമ്മളുടെ പാരന്റ്സ് ആണ്. സോ ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു ലക്ഷ്യമുണ്ട്, നമുക്ക് അതിനു വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ നമ്മളൊരു +2 കഴിഞ്ഞ് കോളേജൊക്കെ കഴിഞ്ഞാൽ നമുക്ക് പ്രാരാബ്ദം വരും, നമ്മൾക്ക് അങ്ങനെ ചെയ്യാനൊന്നും വേണ്ടി പറ്റത്തില്ല, നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ആയിരിക്കും ചെയ്യേണ്ടി വരിക. അപ്പൊ നമുക്ക് അങ്ങനെ പറ്റത്തില്ല. അതിന് എക്സാമ്പിൾ ആയിട്ട് തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ കൺമുമ്പ് തന്നെ ഒരുപാട് അങ്ങനത്തെ ജീവിതാനുഭവങ്ങൾ ഒരുപാട് ആളുകളൊക്കെ ഉണ്ടാകും. ഈ പറഞ്ഞ പോലെ തന്നെ പഠിക്കാത്തതുകൊണ്ടും ജോലി ഇല്ലാത്തതുകൊണ്ടൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകളൊക്കെ നിങ്ങളുടെ കൺമുമ്പിൽ തന്നെ നിങ്ങൾ ഒരുപാട് അങ്ങനത്തെ ആളുകൾ കണ്ടിട്ടുണ്ടാകും. അതല്ലെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് ഇട്ടിട്ട് അല്ലെങ്കിൽ ഇതുപോലെ വീഡിയോസിന്റെ താഴെ കമന്റ്സിലൊക്കെ ആയിട്ടും ഒരുപാട് ചേച്ചിമാർ അല്ലെങ്കിൽ ആന്റിമാരൊക്കെ കമന്റ് ഇട്ടിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പഠിച്ചില്ല, അതുകൊണ്ട് ജോലിയില്ല, മക്കളുണ്ട്, പ്രാരാബ്ദമാണ്, അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പൊ എന്താ ചെയ്യേണ്ട അറിയത്തില്ല, കഷ്ടപ്പാടാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഈ ഒരു പ്രായത്തില് നമുക്ക് അതുപോലെ ഒരു ലക്ഷ്യം വെക്കാത്തത് കൊണ്ടാണ് നമുക്ക് വലുതാവുമ്പോൾ അങ്ങനെയുള്ള ഓരോ കഷ്ടപ്പാടുകൾ വരുന്നത്. ഇതിപ്പോ എന്റെ ഉമ്മയും പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ നമുക്കത് തലേ കയറത്തില്ല. അപ്പൊ ഇത് കേൾക്കുമ്പോ ഇങ്ങനെയൊക്കെ തോന്നുമെങ്കിലും കുറച്ച് സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ച് നമുക്ക് ആ ഒരു തലയെ കയറത്തില്ലായിരിക്കും ഈ ഒരു പ്രായത്തിൻ്റെത്. പക്ഷെ നമ്മൾ അത് തലയിൽ കയറ്റി എടുക്കണം. ഞാൻ ഉൾപ്പെടെ നമ്മൾ എല്ലാവരും അതങ്ങനെ തലയിൽ കയറ്റി എടുക്കണം എന്നാണ് എല്ലാവരും, അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിപ്പോ എനിക്കിത് അറിഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ വ്യൂവേഴ്സായ നിങ്ങൾക്കിത് നിങ്ങളുടെ നല്ലതിന് വേണ്ടി ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നതാണ്. കുറെ പേരൊക്കെ ഇതിന് മുമ്പൊക്കെ എനിക്ക് കമന്റ് ഇടാറുണ്ടായിരുന്നു, പഠിക്കണം എന്നുണ്ട് പക്ഷെ മൂഡ് വരുന്നില്ല. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ച് നോക്കുമ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സീരിയസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായി പഠിക്കാനുള്ള ആ ഒരു ലക്ഷ്യമൊക്കെ വരും. അപ്പൊ എനിക്ക് ഇതാണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഇതേപോലെ തന്നെ നമുക്കൊരു ലക്ഷ്യം വെച്ചിട്ട് എല്ലാവരും ഡെയിലി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സമയം മാറ്റി വെച്ചിട്ട് അതിനായി പ്രവർത്തിച്ചോളൂ. അല്ലാതെ നമ്മൾ ചുമ്മാ ഇങ്ങനെ കുറെ വീഡിയോസും വ്ളോഗ്സും ഒന്നും കണ്ടിട്ട് നമുക്ക് കാര്യമില്ല. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പോകത്തേ ഉള്ളൂ ഗൈസ്. അപ്പൊ അതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. ഇപ്പൊ എന്റെ ചാനൽ നോക്കുന്ന തന്നെ കുറെ പുറത്തുനിന്നുള്ളവരൊക്കെ എൻ്റെ അടുത്ത് പറയാറുണ്ട്, അതായത് ഇപ്പം ആരും അങ്ങനെ സ്റ്റഡി ടിപ്സും കാര്യങ്ങളൊക്കെ ഇത്രയും കറക്റ്റ് ആയിട്ട് ഇത്രയും ഓണസ്റ്റ് ആയിട്ട് അവർ പഠിക്കുന്ന എങ്ങനെയാണെന്നുള്ളതൊന്നും പറഞ്ഞു കൊടുക്കാറില്ല. പക്ഷെ നിങ്ങളുടെ ചാനലിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, വളരെ നല്ല കാര്യമാണെന്ന് ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ അതുപോലെ തന്നെ ഞാൻ ആ ഓരോ സ്റ്റഡി വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഉപകാരമായിക്കോട്ടെ എന്ന് പറഞ്ഞ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഞാനിപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആകാൻ വേണ്ടി, നിങ്ങൾക്ക് ഉപകാരമാകാൻ വേണ്ടിയിട്ട്, നിങ്ങൾ കുറച്ച് പേരെങ്കിലും മോട്ടിവേറ്റ് ആവുകയാണെങ്കിൽ അത് നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ വേറെ പലതരത്തിലുള്ള റിക്വസ്റ്റ് വീഡിയോസ് ഒക്കെ എനിക്ക് വരുന്നുണ്ട്, കുറെ സ്റ്റഡി ടിപ്സും കാര്യങ്ങളൊക്കെ. ഇപ്പൊ എന്റെ ചാനൽ ഞാൻ ഒരുപാട് മുമ്പൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഓരോന്ന് നോക്കുമ്പോൾ നല്ല നല്ല ടിപ്സുകളുമാണ് ആ വീഡിയോസ് ഒക്കെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ ഒന്ന് കാണണം. പിന്നെ ഇതുപോലെ തന്നെ ഞാൻ ഓരോ വീഡിയോസ് ഷോർട്സ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റിൽ അറിയിക്കുക. ഞാനിങ്ങനെ പഠിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ടൈമിൽ അതിൽ എങ്ങനെയാണ് പഠിക്കേണ്ടത് അങ്ങനെയുള്ള ഒരു സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ള കുറെ കുട്ടികളുടെ ഒക്കെ കമന്റ്സ് ഒരുപാട് വരാറുണ്ട്. പക്ഷെ എന്റെ റിസൾട്ടിന്റെ വീഡിയോസ് ഞാൻ ചെയ്യുന്ന ടൈമിലൊക്കെ അതിൽ വരുന്ന ഒരുപാട് കമന്റ്സ്, എനിക്ക് ഇത്ര മാർക്ക് കിട്ടി, എനിക്ക് ഫുൾ മാർക്ക് ഉണ്ട്, എനിക്ക് ഫുൾ ഇത്ര പെർസെന്റേജ് കൂടുതൽ ഇത്രയും കിട്ടി എന്നുള്ളതൊക്കെയാണ്. അപ്പം അത് മാത്രം നിങ്ങൾ കമന്റ് ചെയ്യാണ്ട് നിങ്ങൾ ആ കിട്ടിയത് എങ്ങനെയാണ്, ഏത് രീതിയിൽ പഠിച്ചിട്ടാണ് നിങ്ങൾ അത് കിട്ടിയത് എന്നുള്ളത് നിങ്ങൾ കമന്റിൽ അറിയിക്കുക. കാരണം കുറെ പേര് കമന്റ്സ് വായിക്കുന്നവരുണ്ടാകും, കുറെ പേര് മാർക്ക് കുറഞ്ഞവരുണ്ടാകും. അപ്പൊ അവരും കൂടി അറിയട്ടെ, അവർക്ക് യൂസ്ഫുൾ ആകട്ടെ, അവർക്ക് ആ ഒരു മെത്തേഡ് ഉപയോഗിച്ച് പഠിച്ച് അവർക്കും നാളെ മാർക്ക് എടുക്കാൻ പറ്റുവാണെങ്കിൽ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള ഉപകാരങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആകുന്നതായിരിക്കും കമന്റ്സ് ഒക്കെ നോക്കുന്നവർക്ക്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങളെല്ലാം കമന്റിൽ അറിയിക്കുക. ബൈ.